സോ ഇതൊരു സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള പേഷ്യൻ്റ് ആണ്. പുള്ളിക്ക് C4 C5 ഒക്കെ ഡിസ്ക് ബൾജാണ്. അപ്പൊ നമ്മൾ അതിനൊരു സെർവിക്കൽ ഡീകംപ്രഷൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഒരു നടുവേദനയുള്ള പേഷ്യന്റിന് ഈ രണ്ട് സൈഡിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പെയിൻ. ചില പേഷ്യൻസിന് റൈറ്റ് സൈഡിലായിരിക്കും, ചിലർക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും. തൊറാസിക് പെയിൻ ഇപ്പൊ സ്പൈനിലാണ് പ്രശ്നമാണെങ്കിൽ സ്പൈനിലുള്ളവർക്ക് ഈ ഒരു സൈഡിലോട്ടായിരിക്കും അവർക്ക് കൂടുതലും പെയിൻഫുൾ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര ടെൻഡർനെസ് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജിജോ ജോയ്, സീനിയർ കൺസൾട്ടന്റ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി റോബോട്ടിക് ഡീകംപ്രഷൻ മെഷീൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്പൈൻ വേദ ഹോസ്പിറ്റലാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്, ഈ മെഷീൻ വഴി നമുക്ക് എന്തൊക്കെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ മെഷീൻ കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ ഡിസ്ക് ബൾജ്, ഡിസ്ക് ഹേർണിയേഷൻ, ഡിസ്ക് പ്രൊലാപ്സ് എന്നീ കണ്ടീഷൻസ് നമുക്ക് അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് സയാറ്റിക്ക പോലെ, അതായത് നമുക്ക് കാലിലോട്ടൊക്കെ വേദന അനുഭവപ്പെടുക, അതുപോലെ ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ IBDP കേസ് ഉള്ള ഒരാൾക്ക് കയ്യിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഈ അവസ്ഥകളിൽ നമുക്ക് നെർവ് കംപ്രഷൻ കൊണ്ടുള്ള നമുക്ക് ഈ അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഈ കണ്ടീഷൻസിൽ നമ്മൾ ഏറ്റവും ഫലപ്രദമാണ് ഡീകംപ്രഷൻ കൊടുക്കുക എന്നുള്ളത്. അതായത് നമുക്ക് കംപ്രഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഡീകംപ്രഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ആ പെയിനിൽ നിന്ന് അവർ പരിപൂർണമായും അവരുടെ അസുഖം മാറുകയും അവർക്ക് നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകാനും പറ്റും. അപ്പൊ ഇങ്ങനൊരു മെഷീൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്ത് ട്രീറ്റ് ചെയ്ത് അവർക്ക് അവരുടെ പഴയ രീതിയിലേക്ക്, അവരുടെ ജോലിയിലേക്ക് മടങ്ങി പോകാൻ പറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇതൊരു സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള പേഷ്യൻ്റ് ആണ്. പുള്ളിക്ക് C4 C5 ഒക്കെ ഡിസ്ക് ബൾജാണ്. അപ്പൊ നമ്മൾ അതിനൊരു സെർവിക്കൽ ഡീകംപ്രഷൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പേഷ്യന്റ് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ കിടത്തിയിട്ട് നമ്മൾ സെർവിക്കൽ സ്പൈൻ ഡീകംപ്രഷൻ ആണ്, കംപ്രഷൻ ആയിട്ടിരിക്കുന്നുള്ള ഡിസ്കുകൾ ഡീകംപ്രഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നടുവേദനയുള്ള പേഷ്യന്റിന് ഈ രണ്ട് സൈഡിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പെയിൻ. ചില പേഷ്യൻസിന് റൈറ്റ് സൈഡിലായിരിക്കും, ചിലർക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ പാൽപേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് നല്ല ടെൻഡർനെസ് ഉണ്ടാകും, നല്ല പെയിനും ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് സൈഡിലാണ് ആദ്യം തുടക്കം വരുന്നത്. ചില കണ്ടീഷൻസിൽ അവർക്ക് ഈ ലംബാർ പോർഷനിൽ അവർക്ക് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പൊ തൊറാസിക് പെയിൻ ഇപ്പൊ സ്പൈനിലാണ് പ്രശ്നമാണെങ്കിൽ സ്പൈനിലുള്ളവർക്ക് ഈ ഒരു സൈഡിലോട്ടായിരിക്കും അവർക്ക് കൂടുതലും പെയിൻഫുൾ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര ടെൻഡർനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെർവിക്കൽ സ്പൈനിൽ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. ഈ കണ്ടീഷനിൽ അവർക്ക് C4 C5 ഒക്കെ ബൾജുള്ള പേഷ്യൻ്റ് ആണ്. അപ്പൊ ഇവർക്ക് ഈ കൈയുടെ ഈ ഒരു ഭാഗത്തോട്ട് അവർക്ക് റേഡിയേറ്റ് ചെയ്യും. അതായത് ഈ സൈഡിൽ കൂടെ പെയിൻ വന്ന് ഇതുവരെ പെയിൻ ഉണ്ടാകും. നമുക്ക് സെർവിക്കൽ ഡിസ്കിന് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് ഞാൻ പറഞ്ഞു ഇവിടെ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യും. ഈ റേഡിയേറ്റിംഗ് പെയിൻ വരുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് ഈ ഫിംഗർ ടിപ്സിൽ പെരുപ്പ്, നംനെസ് വരികയും അത് മോർണിംഗ് സ്റ്റിഫ്നെസ്സിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് കൈക്കാണോ പെയിൻ വരുന്നത് ആ കൈയിലേക്കുള്ള ആരോഗ്യം കുറയുകയും, അതായത് അവർക്ക് ഇപ്പോൾ വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം ഹോൾഡ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി അവർക്ക് കുറഞ്ഞ് വരുന്നത് കാണാറുണ്ട്. ലംബാർ സ്പൈന് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ആണിത്. L4 L5 ഒക്കെയാണ് ഈ പേഷ്യന്റിന് ഡിസ്ക് ബൾജ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് പോർഷനിലായിരിക്കും അവർക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് ഇടത്തെ സൈഡിലാണ് പെയിൻ, ചിലർക്ക് ഇത് ഇടതും വരാം വലതോട്ടും വരാം. അത് എങ്ങോട്ടാണോ ബൾജ് വരുന്നത്, നെർവ് കംപ്രഷൻ വരുന്നത്, അങ്ങോട്ടാണ് പെയിൻ വരുന്നത്. ഈ പേഷ്യന്റിന് ഇടതേ കാലിലേക്ക് താണ്ടി ഈ സൈഡിൽ കൂടെ പെയിൻ വന്ന് റേഡിയേറ്റ് ചെയ്ത് താഴെ വരെ, അതായത് തൈസിൽ കൂടെ താഴെ വരെ അവർക്ക് ഫൂട്ട് വരെ പെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നംനെസ് ഈ പേഷ്യന്റ് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കും. ആക്ച്വലി നമ്മൾ മർമ്മ ട്രീറ്റ്മെന്റ് കൊടുക്കും. മർമ്മ ട്രീറ്റ്മെന്റും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് കിട്ടും. ഈ L4 L5 ഡിസ്ക് ബൾജുള്ള പേഷ്യന്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഫ്ലെക്ഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിൽ തന്നെ നമുക്ക് ഫ്ലെക്ഷൻ കൊടുക്കാൻ പറ്റും. ഫ്ലെക്ഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കിവിടെ മർമ്മ കറക്ഷൻ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം മെഷീൻ ഇതൊരു പോസ്റ്റീരിയർ സെൻട്രൽ ബൾജുള്ള പേഷ്യൻ്റ് ആണ്. അപ്പം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ വി ക്യാൻ ഡു ദ മർമ്മ കറക്ഷൻസ് ഓൾസോ. ഈ പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിലാണ് കിടക്കുന്നത്.
L4 L5 ഡിസ്ക് ബൾജ് ഉള്ള പേഷ്യൻ്റ് ആണ്. നമ്മൾ L4 L5 ആംഗിളിൽ നമ്മൾ പേഷ്യന്റിനെ കിടത്തുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡീകംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കേസിൽ ഡീകംപ്രഷൻ കൊടുക്കുന്നത് L4 L5 ഡിസ്ക് ബൾജ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നെയർ കംപ്രഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു, കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ഡീകംപ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നെർവ്സിലോട്ടുള്ള കംപ്രഷൻ കുറയും. ഇദ്ദേഹത്തിന് ഇപ്പോൾ വന്നിട്ട് 3 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഈ 3 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ആ സയറ്റിക് പെയിനൊക്കെ ഒത്തിരി വ്യത്യാസം വരികയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റും മർമ്മ ട്രീറ്റ്മെന്റും കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിലാണ് സ്പൈൻവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം എത്ര അഗ്രവേറ്റ് ചെയ്ത കണ്ടീഷൻസും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവുകയും നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് ഒരു നോർമൽ വർക്കിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അധികം ദിവസം ഒന്നും ഇവിടെ നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല. മാക്സിമം 9 to 14 ഡേയ്സ്, അത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ഏതൊക്കെ പ്രശ്നങ്ങളാണുള്ളത്. ഇപ്പം അതുപോലെ തന്നെ ചില കേസസിൽ സെർവിക്കൽ പ്രോബ്ലം ഉള്ള പേഷ്യൻസ് വരും. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് രണ്ടും ഉള്ളതാണ്. അപ്പോൾ ഇവർക്കൊക്കെ 14 ഡേയ്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് മാത്രമേ ഈ കേസസിലെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻപേഷ്യൻ്റ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വന്നു പോയി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അഡ്മിറ്റ് ആയ ശേഷം മാത്രമേ നമുക്കിത് ചെയ്താൽ റിസൾട്ട് ലഭിക്കുകയുള്ളൂ.